ചെട്ടികുളങ്ങര ക്ഷേത്രത്തിനെയും കുംഭഭരണി മഹോത്സവത്തിനെയും പിൽഗ്രിം ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് യു പ്രതിഭ എം.എൽ.എ. പറഞ്ഞു. ചെട്ടികുളങ്ങരയിൽ കുംഭഭരണി മഹോത്സവത്തിനെത്തിയതായിരുന്നു എം.എൽ.എ. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തെ പിൽഗ്രിം ടൂറിസം വികസനത്തിന്റെ ഭാഗമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയാണെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. പറഞ്ഞു. ചെട്ടികുളങ്ങര പ്രദേശം വരുന്ന ക്ഷേത്രം വരുന്ന സ്ഥലത്തെ ജനപ്രതിനിധി ആവാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കായംകുളം പോലൊരു പ്രദേശത്ത്. മതസൗഹാർദ്ദത്തിന് വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ കായംകുളം. അവിടെ ഒരു പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലാണെങ്കിലും ആഘോഷങ്ങളെല്ലാം പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു ചരിത്രമുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല സ്മരണകൾ ഉയർത്തുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതൊരു ക്യാമ്പയിൻ ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ ഗ്രീൻ പ്രോട്ടോക്കോൾ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഗ്രീൻ പ്രോട്ടോക്കോൾ കാണുന്നൊരു സ്ഥലമാണ് ഈ കുംഭഭരണി സമയത്ത് കുത്തിയോട്ട സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ കുതിരച്ചോടുകളിലും കൊടുക്കുന്ന ഭക്ഷണം. കുതിരച്ചോടിലെ കഞ്ഞിസദ്യയിൽ എത്ര മനുഷ്യരാണ് കഴിച്ചിട്ട് പോകുന്നതെന്നറിയോ? നമ്മുടെ ഈ കരയിൽ ഒരാളും പട്ടിണി കിടക്കില്ല ഈ സമയത്ത്. അത്രയും മനുഷ്യർ കഴിക്കുമ്പോഴും ഇലയിൽ ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ ഓലക്കാല് വെച്ചിട്ട് തടയുണ്ടാക്കാനും അതിനകത്ത് തന്നെ എല്ലാം ഭക്ഷണങ്ങൾ ഒഴിച്ച് കഴിക്കാനും ഒരു മാലിന്യവും ഇല്ലാതെ വീണ്ടും എനിക്കൊന്ന് അതൊക്കെ ഈ മണ്ണിന് വളമായി മാറുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും വലിയ ഗ്രീൻ ഇപ്പം നമ്മുടെ ഹരിതകേരളമൊക്കെ നമ്മൾ നാട്ടിൽ നടപ്പാക്കുമ്പോൾ എത്രയോ കാലം മുമ്പ് ഈ ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ ഇവിടെ പാലിച്ചിരുന്നുള്ള എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള കുംഭഭരണിയുടെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു എത്ര മനുഷ്യർ വന്നാലും അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ ഈ നാടിൻ്റെ ഒരു താളം പോലെയാണ് കേട്ടോ. ആ താളം അങ്ങനെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ആ താളം മുന്നോട്ട് പോട്ടെ. പിൽഗ്രിം ടൂറിസം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് കൂടി നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഭക്തർ എത്തണം. ഇപ്പം ശബരിമലയിലേക്ക് പോകാനായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ ധാരാളം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഉള്ള പ്രദേശമാണ്. അപ്പം ഇവിടെ ഭാവിയിൽ അനന്ത സാധ്യതകളാണ് പിൽഗ്രിം ടൂറിസത്തിന്. ടൂറിസം എന്ന് പറഞ്ഞ ഉടനെ ആൾക്കാർ ചിന്തിക്കുന്നത് ടൂറിസ്റ്റുകൾ വരുന്നു, അങ്ങനെയല്ല, ഭക്തജനങ്ങൾക്ക് കണക്ടിവിറ്റി കൊടുക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത്തരം ആലോചന വന്നിട്ടുണ്ട്. ബജറ്റിൽ ചില പ്രൊപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗ്രാൻഡൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി ഇനിയും തീർച്ചയായിട്ടും ഫോളോ അപ്പുകൾ ഉണ്ടാവും. ചെട്ടികുളങ്ങര കുംഭഭരണിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയതായിരുന്നു എം.എൽ.എ. ലോകത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കെട്ടുകാഴ്ചയാണ് ചെട്ടികുളങ്ങരയിലേത്. ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് കുംഭഭരണി ഉത്സവം നടക്കുന്നത്. ഇത് വലിയൊരു പ്രത്യേകതയാണെന്നും എം.എൽ.എ. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.